അനസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ആമസോൺ പ്രോഡക്ട്സ് കാണാം. ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കിച്ചണിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് സാധനങ്ങളാണ് കേട്ടോ. വളരെ യൂസ്ഫുൾ ആണ്. പിന്നെ മിക്കവാറും വീഡിയോസിലൊക്കെ എല്ലാവരും ചോദിക്കാറുള്ള കുറച്ച് പ്രോഡക്ട്സ് ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ പ്രോഡക്റ്റ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു ഇടികല്ലാണ് കേട്ടോ. ഇത് മാർബിളിൻ്റെയാണ്. മുന്നേ ഞാനൊരു സ്റ്റീലിൻ്റെ ഇടികല്ലായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് ഭയങ്കര സ്മൂത്ത് ആയതുകൊണ്ടായിരിക്കും നമ്മൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ തെറിച്ച് പോകും. അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ എനിക്കിത് ഈ കല്ലിൻ്റെ ഇടികല്ലിനേക്കാളും കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നി. കാരണം അത്രയും വെയിറ്റ് ഇല്ല. അപ്പോൾ നമുക്ക് എടുത്ത് ഉപയോഗിക്കാനും കഴുകാനും വെക്കാനും ഒക്കെ നല്ല എളുപ്പമാണ്. പിന്നെ കാണാനും നല്ല ഭംഗിയുണ്ട്. തീരെ ചെറുതുമല്ല, അത്യാവശ്യം വലിപ്പമാണ്. സാധാരണ ഒരു ഫാമിലിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഇടികല്ല് തന്നെയാണ്. ഞാൻ വാങ്ങിച്ചത് 2 സൈസ് അവൈലബിൾ ആണ്. ഞാൻ വാങ്ങിയത് 4.7 ഇഞ്ചസിൻ്റെയാണ്, 3.7 ഇഞ്ചസിൻ്റെയും അവൈലബിൾ ആണ്. അതുപോലെ ഇതൊരു പച്ച കളറായി, മാർബിളിൻ്റെ ഒരു പച്ച കളർ ഉണ്ടല്ലോ, അതാണ്. സൈസിനനുസരിച്ച് വില ചെറിയ വ്യത്യാസം വരും. 4.7 ഇഞ്ചസിൻ്റെ ആണെങ്കിൽ 499 രൂപയും 3.7 ഇഞ്ചസിൻ്റെത് 399 രൂപയാണ്. അപ്പോൾ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതിൽ വെച്ച് ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റും അതുപോലെ എന്നോട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഈ സ്റ്റീൽ കട്ടിംഗ് ബോർഡ്. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇതിനിപ്പോൾ ഞാൻ 2 വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഇതിന് മുന്നേ കുറേ നാൾ ഞാൻ ഈ പ്ലാസ്റ്റിക്കിൻ്റെയും തടിയുടെയും ഒക്കെ കട്ടിംഗ് ബോർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അത് ക്ലീൻ ചെയ്യാൻ നല്ല പാടാണ്. കുറച്ച് നാൾ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ കത്തിയുടെ ആ വെട്ടുകൾ വീണിട്ട് അതിനകത്തൊക്കെ കറ പിടിച്ചിരിക്കും. ഒരു കറുത്ത കളറും ചെറിയൊരു പൂപ്പലും ഒക്കെ എപ്പോഴും വരില്ല. നമ്മൾ കഴുകി വെച്ചാലായാലും പ്ലാസ്റ്റിക് കുഴപ്പമില്ല, പക്ഷെ തടിയുടെ ഉപയോഗിക്കുമ്പോൾ കഴുകി വെച്ചാലായാലും അത് പെട്ടെന്ന് അങ്ങനെ ഉണങ്ങത്തില്ല. ചെറുതായിട്ട് അതിനകത്ത് ആ ഒരു കറ ഇങ്ങനെ പിടിച്ചിരിക്കും. അത് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് പകരം ഞാനിയതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ 2 വർഷം മുന്നെയാണ്. അപ്പോൾ ഇത് വളരെ നല്ലൊരു പ്രോഡക്റ്റ് ആയിരുന്നു. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, ഇത് ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് സൈഡ് ഭയങ്കര ഷാർപ്പാണോ, കൈ മുറിയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ, നല്ല സ്മൂത്താണ്, അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല. അതുപോലെ തന്നെ ഇതിനകത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കത്തിയുടെ മൂർച്ച പോകുമെന്നും പലരും ചോദിക്കാറുണ്ട് കേട്ടോ. ഈ കത്തി ഞാൻ വാങ്ങിച്ചിട്ടിപ്പോൾ 6 മാസത്തിൽ കൂടുതലായി. ഇതുവരെ ഞാനത് മൂർച്ച കൂട്ടിയിട്ടില്ല. സ്ഥിരമായിട്ട് എല്ലാ ദിവസവും ഉപയോഗിക്കുന്നതാണ്. അല്ല, ചെറിയ പോറലുകൾ ഉണ്ടാവും കേട്ടോ കട്ടിംഗ് ബോർഡിൽ. നമ്മൾ കത്തി വെച്ച് എപ്പോഴും ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ. അപ്പോൾ പക്ഷെ ഡീപ്പായിട്ടുള്ള വെട്ടൊന്നും വീഴത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് അഴുക്ക് പിടിച്ചിരിക്കത്തൊന്നുമില്ല. ജസ്റ്റ് നല്ലതായിട്ട് സോപ്പിട്ടൊന്ന് കഴുകി ഒന്ന് തുടച്ചെടുക്കോ, അല്ലെങ്കിൽ ഞാൻ സാധാരണ ഈ സിങ്കിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഇരുന്ന് തന്നെ അങ്ങ് ഡ്രൈ ആയിക്കോളും. അടുത്തതൊരു സെറാമിക് ഓയിൽ ബോട്ടിലാണ് കേട്ടോ, എണ്ണ ഒഴിച്ച് വയ്ക്കുന്ന കുപ്പി. ഇത് നമ്മൾ ഈ സാധാരണ കാണുന്ന ഓയിൽ ബോട്ടിൽ നിന്നും കുറച്ചൊരു വ്യത്യസ്തത തോന്നിയിട്ട് വാങ്ങിയതാണ്. നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്. ആ ഒരു പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയാണ്. പിന്നെ വളരെ എളുപ്പമാണ് യൂസ് ചെയ്യാനെന്നാണ് എനിക്ക് തോന്നിയത്. കുപ്പിയാണെങ്കിൽ പോലും ഒത്തിരി വെയിറ്റ് ഇല്ല, നമുക്ക് എടുക്കാനൊന്നും അങ്ങനെ ഭയങ്കര വെയിറ്റ് ഇല്ല. സാധാരണ ഒരു എണ്ണക്കുപ്പിയുടെ വെയിറ്റേ ഉള്ളൂ. പിന്നെ ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമായിട്ട് തോന്നി. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ, അതിനകത്ത് പ്രത്യേകിച്ച് ഒഴിക്കുന്ന സ്ഥലത്തൊന്നും വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തുടച്ചെടുക്കുകയോ കഴുകി വെക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ എണ്ണയൊക്കെ ഒഴിക്കാനായാലും നല്ല എളുപ്പമാണ്, കണ്ടില്ലേ. എന്നാലും പെട്ടെന്ന് പൊട്ടുന്ന ടൈപ്പ് അല്ല കേട്ടോ. നമ്മൾ സാധാരണ ഈ ഗ്ലാസിൻ്റെ ഒക്കെ എണ്ണക്കുപ്പികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അത്രയും കട്ടി തന്നെ ഉള്ളൂ ഇതിനും. അപ്പോൾ ഈ കിച്ചണൊക്കെ കുറച്ച് നല്ല ഭംഗിയായിട്ട് വെക്കണമെന്നൊക്കെ ഉള്ളവർക്ക്, ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെക്കാൻ ഇഷ്ടമുള്ളവർക്ക് വാങ്ങിക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഞാനിതിങ്ങനെ ഒരു ട്രേയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പം പെട്ടെന്ന് നമ്മുടെ കൈയൊന്നും തട്ടി താഴെ വീഴത്തൊന്നുമില്ല. നല്ലൊരു പ്രോഡക്റ്റാണ്. നമ്മൾ വീടുകളിലായാലും അല്ല പുറത്ത് കഫേകളിലോ അല്ലെങ്കിൽ കടകളിലോ ഒക്കെ പോകുമ്പോൾ എല്ലാവരും ഇപ്പോൾ ഈ പ്ലാസ്റ്റിക് സ്ട്രോ ഒഴിവാക്കിയിട്ട് ബാംബൂ സ്ട്രോ അല്ലെങ്കിൽ പേപ്പർ സ്ട്രോ ഒക്കെ അല്ലേ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന, റീയൂസ് ചെയ്യാൻ വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു സ്റ്റീൽ സ്ട്രോയാണ് ഇത്. ഒരു 4 എണ്ണത്തിൻ്റെ ഒരു സെറ്റായിട്ടാണ് ഞാൻ വാങ്ങിയത്. 185 രൂപയേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ തന്നെ ക്ലീൻ ചെയ്യാനൊരു ബ്രഷും കിട്ടും. അപ്പോൾ 5 എണ്ണത്തിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. ഇത് എനിക്ക് നല്ല ഉപയോഗം ആയിട്ട് തോന്നിയ ഒരു സാധനമാണ്. കുട്ടികൾക്കൊക്കെ ആയാലും നമ്മൾ ജ്യൂസോ അല്ല പാലോ ഒക്കെ കൊടുക്കുമ്പോൾ, ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ സ്ട്രോ വെച്ച് കുടിക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കും, അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലെ 4 എണ്ണത്തിൻ്റെ സെറ്റ്, 2 എണ്ണത്തിൻ്റെ ഉണ്ട്, ഒരെണ്ണമായിട്ടും വാങ്ങിക്കാൻ കിട്ടും. സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അപ്പോൾ ഉള്ളിൽ തുരുമ്പ് പിടിച്ചിട്ടുണ്ടാവുമോ അങ്ങനത്തെ സംശയമൊന്നും വേണ്ട. പിന്നെ ഈ ഒരു കുഞ്ഞ് സ്ട്രോ ഉള്ളതുകൊണ്ട് ഓരോ തവണയും നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് കുറച്ച് സോപ്പ് എടുത്ത് ഉള്ളിലിങ്ങനെ നല്ല പോലെ ഒന്ന് ബ്രഷ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുകയും ചെയ്യും.
ഈ പച്ചക്കറികളൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കോട്ടൺ ബാഗാണ് കേട്ടോ. തുണിയുടെ ബാഗാണ്, റീയൂസബിൾ ആണ്, വീണ്ടും വീണ്ടും നമുക്ക് കഴുകി ഉപയോഗിക്കാം. ഇതൊരു 6 സെറ്റാണ് ഞാൻ വാങ്ങിയത്. പിന്നെ ഈ തുണിയുടെ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ദിവസം പച്ചക്കറികളൊക്കെ ഇട്ട് വെക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് അഴുക്ക് പിടിക്കുകയൊക്കെ ചെയ്യുമല്ലോ, ചെറിയൊരു കറ പോലെയൊക്കെ പിടിക്കും. അപ്പോൾ നല്ലതായിട്ട് കഴുകി ഉണക്കിയെടുത്താൽ മതി, പിന്നെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഒരു 1 ടൈം ബൈ ആണ് കേട്ടോ. ഒരു തവണ വാങ്ങിച്ചാൽ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാം. പിന്നെ ഇതിനകത്ത് ഇങ്ങനെ ഒരു ചെറിയ നെറ്റ് പോലെയുണ്ട് എല്ലാത്തിലും. അപ്പോൾ അകത്ത് എന്താണ് ഇരിക്കുന്നതെന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ഓരോന്നും ഇട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാനൊക്കെ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. 6 സെറ്റാണ് ഞാൻ വാങ്ങിയത്. ഇതുപോലെ 9 12 ഒക്കെ ഉണ്ട്. പിന്നെ ഇതെല്ലാം ഒരേ സൈസ് തന്നെയല്ല കേട്ടോ കിട്ടുന്നത്. ഇപ്പോൾ 6 2 വെച്ച് സൈസ് വ്യത്യാസമുണ്ട്. കുറച്ച് ചെറുത്, ഒരു മീഡിയം സൈസിലുള്ളത്, കുറച്ചും കൂടി വലുത്, അങ്ങനെ 3 സൈസിലാണ് കിട്ടുന്നത്. ഇനി കുറച്ച് പാത്രങ്ങൾ കാണാം. ഇത് ആമസോൺ സോളിമോ ബ്രാൻഡിൻ്റെ ഒരു കടായിയാണ്. ഫുൾ നോൺ സ്റ്റിക്ക് അല്ല, ഹാർഡ് അനഡൈസ്ഡ് ആണ് കേട്ടോ. അപ്പോൾ അത് കംപ്ലീറ്റ് നോൺ സ്റ്റിക്ക് പാത്രമല്ല. അപ്പോൾ ചെറുതായിട്ട് കുറച്ചൊന്ന് അടിയിൽ പിടിക്കുകയൊക്കെ ചെയ്യും. നമ്മൾ ഫുൾ നല്ലൊരു നോൺ സ്റ്റിക്ക് പാത്രം ഉപയോഗിക്കുന്നതിൻ്റെ അത്രയും സ്മൂത്ത് അല്ല, പക്ഷേ അത്രയും ടോക്സിക്കും അല്ല എന്നാണ് ഞാൻ വായിച്ചത്. കാരണം ഫുൾ നോൺ സ്റ്റിക്ക് അല്ലല്ലോ. അപ്പോൾ പെട്ടെന്നൊന്നും അതിൻ്റെ കോട്ടിംഗ് ഒന്നും ഇളകി പോകുന്നു, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. 30 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ സൈസ്. നമുക്ക് കുറച്ച് കൂടുതൽ അളവിൽ ഇപ്പോൾ ചിക്കൻ കറിയോ കറികൾ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ്, ബിരിയാണി അങ്ങനെയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അത്യാവശ്യം വലിപ്പമുള്ളൊരു പാത്രമാണ്. ഇതിനെ കൂടെ അതിനൊരു അടപ്പും ഉണ്ട് കേട്ടോ. അടുത്തതൊരു കുഞ്ഞ് നോൺ സ്റ്റിക്ക് പാത്രമാണ്, ഒരു കടായിയാണ്. ഈ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ ഒഴിവാക്കുന്നവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഞാൻ എൻ്റെ വീഡിയോയുടെ ആവശ്യങ്ങൾക്ക് വാങ്ങിക്കുന്നതാണ്. അപ്പോൾ പലരും ചോദിക്കുന്നതുകൊണ്ട് അത് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് വിനോദ് ബ്രാൻഡിൻ്റെയാണ്. നല്ലൊരു കടായിയാണ്. പല ഉപയോഗങ്ങളുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡീപ് ഫ്രൈ ചെയ്യാനായാലും ഒരുപാട് എണ്ണയൊന്നും ഉപയോഗിക്കാതെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു കോട്ടിംഗ് കണ്ടോ, ഞാൻ മിക്കവാറും ദിവസം ഉപയോഗിക്കാറുണ്ട്. കാരണം കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ ഫ്രൈഡ് റൈസോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പം അതിന് പറ്റിയൊരു സൈസാണ് എല്ലാം കൂടി. 2 പേർക്കൊക്കെ പെട്ടെന്ന് റൈസൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന സൈസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ഥിരം ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അതിൻ്റെ കോട്ടിങ്ങിന് ഒരു പ്രശ്നവും പറ്റിയിട്ടില്ല, നല്ല പുതിയതുപോലെ തന്നെ ഇരിപ്പുണ്ട്. പിന്നെ ഈ ചെറിയ സൈസിലുള്ള പാനുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, കുറച്ച് ദിവസം നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പം ഈ ഫ്ലെയിം തട്ടിയിട്ടേ, അടുത്തല്ലേ ഇരിക്കുന്നത്, അപ്പോൾ ഫ്ലെയിം തട്ടിയിട്ട് ഇതിൻ്റെ പിടിയിലൊക്കെ കറുപ്പ് വരും, മനസ്സിലായി, ഒരു കരിഞ്ഞ പോലെ വരും. ഇതിന് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അല്ല, അതും ഹാൻഡിലും ഒക്കെ പുതിയതുപോലെ തന്നെയുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് എണ്ണയിൽ നമുക്ക് സാധനങ്ങളൊക്കെ ഫ്രൈ ചെയ്യാനായാലും ചെറിയ തോരനോ മെഴുക്കുരട്ടിയൊക്കെ ഉണ്ടാക്കാനും അത്യാവശ്യത്തിന് ഒരു അപ്പച്ചട്ടിയായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പാനാണ് കേട്ടോ ഇത്. അടുത്തതൊരു നോൺ സ്റ്റിക്ക് ഉരുളിയാണ്. നമ്മുടെ പഴയ ഉരുളിയുടെ ഷേപ്പിൽ നോൺ സ്റ്റിക്ക് കോട്ടിംഗ് ഉള്ള പാത്രങ്ങളാണ് കേട്ടോ. ഇത് ഞാൻ ശരിക്കും ആമസോണിൽ നിന്ന് വാങ്ങിയതല്ല. ബാംഗ്ലൂർ എൻ്റെ അമ്മ പോയപ്പം അവിടെ നിന്നൊരു കടയിൽ നിന്ന് വാങ്ങിയിട്ട് വന്നതാണ്. അപ്പം എപ്പോഴും വീഡിയോസിൽ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ആമസോണിൽ നോക്കിയപ്പം ഏകദേശം ഇതുപോലെ തന്നെയുള്ള പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. അത് പക്ഷേ ഹാർഡ് അനഡൈസ്ഡ് ആണ്. എൻ്റെത് നോൺ സ്റ്റിക്ക് ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു കടയിൽ നിന്ന് അമ്മ വാങ്ങിച്ചിട്ട് വന്നതായതുകൊണ്ട് എനിക്ക് കറക്റ്റ് ഒരു ഐഡിയ ഇല്ല. പക്ഷേ നല്ല റിവ്യൂസ് ഉള്ള ഇതേ ഷേപ്പും ഇതുപോലെ തന്നെയുള്ള ഹാർഡ് അനഡൈസ്ഡ് 2 ഉരുളി ആമസോണിലുണ്ട്. അതിൻ്റെ ലിങ്കാണ് ഞാൻ താഴെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയിട്ട് വാങ്ങിക്കാം. ഇത് നല്ല പാത്രങ്ങളാണ് കേട്ടോ. നമുക്ക് ചെറിയ കറികൾ ഉണ്ടാക്കാനായാലും, കുറച്ചും കൂടെ വലിയ പാത്രമാണെങ്കിൽ ബിരിയാണിയൊക്കെ ദം ചെയ്തെടുക്കാനും ഒക്കെ പറ്റുന്ന ടൈപ്പ് 2 ഉരുളിയാണ്. അടുത്തത് എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു 3-in-1 കണ്ടെയ്നർ ആണ് കേട്ടോ. ഇത് ശരിക്കും ആമസോണിൽ ഫ്രിഡ്ജ് ഓർഗനൈസറായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഞാൻ ഇതിനകത്ത് ഇതുപോലെ അരിയും പയറും ഒക്കെ ഇട്ട് വെക്കുന്ന ഒരു പാത്രമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് 3 ബോക്സസ് ഉണ്ട്. ഓരോന്നും നമുക്കിങ്ങനെ എടുക്കാൻ പറ്റും. അപ്പോൾ സാധനങ്ങൾ ഇട്ട് വെക്കാനായിട്ടായാലും പുറത്തെടുത്ത് വെച്ചിടാം. യൂസ് ചെയ്യുന്ന സമയത്തായാലും എളുപ്പമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ വീഴുമൊന്നുമില്ല. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ഞാനിപ്പോൾ അരിയാണ് ഇട്ട് വച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ പയറ്, കടല പോലുള്ള സാധനങ്ങളൊക്കെ ഒരുമിച്ച് വെക്കാം. പിന്നെ ഒതുങ്ങിയിരിക്കും. ഇത് അടച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ വേറെ പാത്രങ്ങളൊക്കെ വെക്കുകയും ചെയ്യാം. അപ്പോൾ കബോർഡിലൊക്കെ വെക്കുമ്പോൾ നമുക്ക് സ്ഥലം ലാഭിക്കാനും നല്ലതാണ്. അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ് പ്രോഡക്റ്റ് കാണാം. ഇതെല്ലാവർക്കും ഉപയോഗമുള്ളൊരു സാധനമല്ല, ഒരു ലോങ് സ്പൂൺ, നല്ല നീളമുള്ള ഒരു സ്പൂണാണ്. ഇത് ശരിക്കും കോക്ടെയിൽ സ്പൂൺ അല്ലെങ്കിൽ ബാർ സ്പൂൺ എന്ന് പറയും. അതായത് ബാറുകളിലോ അല്ലെങ്കിൽ കഫേകളിലോ ഒക്കെ ഈ കോക്ടെയിൽ, മോക്ടെയിൽ പോലുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ നല്ല നീളമുള്ള ഗ്ലാസ്സിലല്ലേ കിട്ടുന്നത്. അപ്പോൾ അതെല്ലാം കൂടി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന സ്പൂണാണ്.
അത്യാവശ്യം നല്ല നീളമുള്ള ഈ ഒരു സ്പൂണ്. കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ജ്യൂസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് എന്തെങ്കിലും ഉപയോഗം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ വാങ്ങാം കേട്ടോ. ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ വീഡിയോസിൻ്റെ ആവശ്യത്തിനായിട്ട് വാങ്ങിയതാണ്. മസാലപ്പൊടികളൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്തിടുമ്പോൾ നല്ലൊരു സ്പൂൺ എന്നുള്ള രീതിയിൽ വാങ്ങിയതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് കാണിച്ച ഈ പ്രോഡക്റ്റ്സ് ഒക്കെ കുറച്ചെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.